അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ പുലിവാഹനത്തിലാണ് കേട്ടോ. ഫ്രണ്ടിൽ അച്ഛനും കൊച്ചുമോനും കൂടി പാട്ടും കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അച്ഛനറിയില്ല കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത പറയും, നീ എവിടെ പോയാലും ഈ ക്യാമറ ഓണാക്കി നടക്കുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇപ്പോഴത്തെ സ്റ്റോപ്പിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റോപ്പിലാണ് എൻ്റെ സ്വന്തം വീട്. വൈകുന്നേരങ്ങളിൽ ഹസ്ബൻഡ് ലേറ്റ് ആയിട്ട് വരുമ്പോൾ അച്ഛന് വരാറുണ്ട്, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞൂടെ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ. വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ എന്തുണ്ട് കഴിക്കാൻ, വിശന്നിട്ട് പാടില്ല അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് കയറി വരാറ് കേട്ടോ. അച്ഛൻ്റെ നല്ല മുഴുത്ത മീമികൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി മീൻകറിയാണ്, പിന്നെ രാവിലത്തെ അപ്പവും കുറുമക്കറി അമ്മ ചൂടാക്കി തരാൻ കേട്ടോ. കല്യാണത്തിന് മുമ്പ് രാവിലെ ഉണ്ടാക്കുന്ന സ്നാക്സ് പലഹാരങ്ങളൊന്നും ഞാൻ വൈകിട്ട് കഴിക്കില്ല. ചൂട് ആറിയുണ്ടെങ്കിൽ കഴിക്കില്ല, ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല. അങ്ങനെ എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ വിശപ്പിൻ്റെ വിളി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് രാവിലത്തെ ഉച്ചയ്ക്കത്തെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഭക്ഷണം എനിക്കിപ്പോൾ അമൃതമാണ് കേട്ടോ. അമ്മയുടെ ഫുഡിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എപ്പോൾ വീട്ടിൽ ചെന്നാലും എന്ത് പണ്ടാരം കണ്ടാലും ഞാൻ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് അമ്മ വേറൊരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് വിളിച്ചത് കേട്ടോ. അതേ പുളിവെള്ളത്തിലിട്ട് വെച്ച മീന് ഇതുപോലെ ഒന്നും വടിച്ചപ്പോൾ ആ ചെതുമ്പൽ പോകണം നോക്കി. ഈ പുളിവെള്ളത്തിനൊക്കെ ഇത്രയും ശക്തി ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. സംഗതി മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ന്യൂജൻ പിള്ളേരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ മീനൊക്കെ നന്നാക്കും മുമ്പ് ഇതുപോലെ കുറച്ച് നേരം പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ മീമിക്കറിയൊക്കെ അമ്മ സടപടേന്ന് വേഗം വെച്ചു. അപ്പം കറിയും കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ സ്ഥലമില്ല, എന്നാലും അമ്മയുടെ മീൻകറിയും മീൻ വറുത്തതും മിസ്സാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇതും കൂടി കുത്തിക്കെട്ടി കഴിച്ചു. മീൻ നന്നാക്കുന്നത് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അതിൻ്റെ തോല് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. ബാക്കിയൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് മീനായിരുന്നു. അപ്പം അത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.